ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ആഗ്രാപ്പേടയാണ്. കുമ്പളങ്ങ, പഞ്ചസാര, ചുണ്ണാമ്പ് ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ആഗ്രാപ്പേട തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. ആഗ്രാപ്പേട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. 1 കിലോ കുമ്പളങ്ങ, 600 ഗ്രാം ഷുഗർ, 1 ടീസ്പൂൺ ചുണ്ണാമ്പ്. ഈ കുമ്പളങ്ങയ്ക്ക് അകത്തുള്ള ഈ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഈ ഹാർഡായിട്ടുള്ള ഈ വൈറ്റ് പാർട്ട് മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ മതി. പിന്നെ ഈ പുറം തൊലിയും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ട് നന്നായിട്ട് റിമൂവ് ചെയ്ത് കളയണം. ഈ ഗ്രീൻ കളർ, ഇതിൻ്റെ തൊലി നന്നായിട്ട്, ഈ ഗ്രീൻ കളർ നന്നായിട്ട് ഒട്ടും ഇതിനകത്ത് കാണാൻ പാടില്ല. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ നമ്മൾ ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കണം. അത് ചുറ്റിനും നന്നായിട്ട് ഹോൾ ഉണ്ടാക്കണം. ഇത് മുഴുവൻ അങ്ങനെ നമുക്ക് ചെയ്യാം. നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ 1 ടീസ്പൂൺ ചുണ്ണാമ്പ് വെള്ളത്തിനകത്തിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കണം. അത് ഏകദേശം ഒരു 10 മണിക്കൂർ നേരം വെക്കണം. ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ആ വെള്ളത്തിനകത്തേക്ക് ഈ ചുണ്ണാമ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് പാനിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ചുണ്ണാമ്പാണ്. ഈ ചുണ്ണാമ്പ് വെള്ളത്തിനകത്ത് നമുക്കിതിന് 10 മണിക്കൂർ നേരം ഇട്ട് വെക്കണം. ഞാൻ 10 മണിക്കൂർ ഇവിടെ ചുണ്ണാമ്പ് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചത്, ഞാൻ നേരത്തെ ഇത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇത് നമ്മൾ ചുണ്ണാമ്പ് വെള്ളത്തിനകത്ത് ഇട്ട് വെക്കുമ്പോൾ ഇത് കുറച്ച് ഹാർഡാകും. ഇതുകൊണ്ട് നന്നായിട്ട് ഹാർഡായിട്ടുണ്ട്. ഇത് നമ്മളിനി നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് ഈ വെള്ളം നന്നായിട്ട് ക്ലിയർ ആകുന്നത് വരെ ഈ പീസസ് നമ്മൾ വാഷ് ചെയ്യണം. നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഈ വെള്ളം നല്ലോണം ക്ലിയർ ആകുന്നത് വരെ നമുക്കിത് വാഷ് ചെയ്യണം. വെള്ളം ഇപ്പോൾ തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. വെള്ളം നന്നായിട്ടത് ക്ലിയർ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്കിനി കുമ്പളങ്ങ വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. വെള്ളം ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പീസസ് എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തിനകത്ത് കിടന്ന് നന്നായിട്ട് വേകണം. ഏകദേശം 25 മിനിറ്റ്സോളം ഇതിനകത്ത് വെള്ളത്തിനകത്ത് കിടന്നത് നന്നായിട്ട് വേകണം. ഇനി ചുണ്ണാമ്പ് ഏതാണെന്നുള്ള സംശയമൊന്നും ആർക്കും വേണ്ട. നമ്മൾ പാനിനകത്ത് മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന അതേ ചുണ്ണാമ്പ് തന്നെയാണ് ഇതിനും ഉപയോഗിക്കുന്നത്. എനിക്കാദ്യം സംശയം ഉണ്ടായിരുന്നു, മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചുണ്ണാമ്പ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ കൊള്ളാമോ, ഇത് അതുതന്നെയാണോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ചുണ്ണാമ്പ് തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്രാൻസ്പെറൻ്റ് ആകണം. ഇതിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ സീവിനകത്തേക്ക് വേണം ഇത് മാറ്റി വെക്കാനായിട്ട്. വെള്ളം വാർന്നു പോകണം.
അത് ഇങ്ങനെയൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കണം. നമുക്കിനി ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങാം. ഒരു പാത്രത്തിനകത്തേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 600 ഗ്രാം ഷുഗറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 600 ഗ്രാം പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഈ പഞ്ചസാര വെള്ളത്തിനകത്തേക്ക് ഡിസോൾവ് ആകുന്നത് വരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിന് ശേഷം ഈ പീസസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഈ പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് തിളച്ചതിന് ശേഷം കുറേ നേരം ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഈ പീസസിനകത്ത് നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഈ വെള്ളവും പഞ്ചസാരയും എല്ലാം കൂടി ഇതിനകത്ത് കുറച്ച് കൂടുതൽ വെള്ളമുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കണം. പഞ്ചസാര കുറച്ച് കട്ടിയാകാൻ തുടങ്ങുമ്പോൾ മാത്രം ഇത് ലോ ഫ്ലെയിമിലേക്ക് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ചൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. കറക്റ്റ് പഞ്ചസാര തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന കറക്റ്റ് പഞ്ചസാരയുടെ അളവ് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ പാനി ഇങ്ങനെ പിടിക്കുന്നത് ഇത് വറ്റി തീരുന്നത് തന്നെയാണ് ഇതിൻ്റെ കണക്ക്. അല്ലെങ്കിൽ പിന്നെ ഇതൊരു സ്ട്രിങ് പരുവമൊക്കെ ആകുമ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് വെള്ളം വിട്ടിട്ട് അത് അത്ര ഹാർഡാകില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു 3-4 മണിക്കൂർ തണുക്കാൻ വെക്കണം. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ സ്റ്റൗ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ തന്നെ നമുക്ക് ഇത് മാറ്റാം. ഇനി ചിലർ ഇപ്പോൾ കുറച്ച് കൂടുതൽ പഞ്ചസാരയോ എല്ലാം ചേർത്തിട്ടുണ്ടെങ്കിൽ പാനി ബാലൻസ് വരുവാണെങ്കിൽ പാനി കളയേണ്ട ആവശ്യമില്ല. നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് അതിന് സർബത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. എല്ലാ പീസസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3-4 മണിക്കൂർ തണുക്കാനായിട്ട് ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് ഇനി മാറ്റാം.